വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ലൈസൻസ് എവിടെ, കാറിൻ്റെ കീ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് രാജീവിനെയും കൂട്ടിക്കൊണ്ട് ബുള്ളറ്റ് വിജയൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബുള്ളറ്റ് വിജയൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, രാജീവ് ഫ്രണ്ട് സീറ്റിലുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ രാജീവിനെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് ബുള്ളറ്റ് വിജയൻ രാജീവിനെ കൊണ്ടുപോവുകയാണ്. ഇതേ സമയം നമ്മുടെ സുസ്മിതയാണെങ്കിൽ ആ കിഡ്നാപ്പിംഗ് നാടകം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. മാർക്കറ്റിലേക്ക് പോകുന്ന പൊന്നിയോടൊപ്പം കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സുസ്മിത. അന്നേരം എന്തിനാ എൻ്റെ കൂടെ നടക്കാൻ വരുന്നത്, മാർക്കറ്റിലേക്ക് വരുന്നത് എന്നൊക്കെ പൊന്നി തിരക്കുന്നുണ്ട്. അന്നേരം മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിരിക്കാം എന്ന് പറയുമ്പോൾ പൊന്നി സംശയത്തോടു കൂടിയാണ് സുസ്മിതയെ നോക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, സുസ്മിത എൻ്റെ കൂടെ വരുന്നു എന്നുള്ളൊരു ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ പ്രീതി കുഞ്ഞിനെ തനിച്ചാക്കി വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല. തുടർന്ന് സുസ്മിത ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയാണ് ബാലചന്ദ്രൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. തുടർന്ന് സുസ്മിത മടിച്ച് അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്താ വരുന്നില്ലേ എന്ന് പൊന്നു ചോദിക്കുകയാണ്. തുടർന്ന് എനിക്കൊരു കോള് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ഓ ശരിയെന്നും പറഞ്ഞ് പൊന്നു നടന്നങ്ങ് പോവുകയാണ്. തുടർന്ന് സുസ്മിത അവിടെ നിന്നിട്ട് ബാലചന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനിവിടെ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് തന്നെയുണ്ട്, സാക്ഷിയായിട്ട് പൊന്നിയുമുണ്ട്, ഇപ്പോൾ വന്നാൽ പെട്ടെന്നെല്ലാം നടക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ഞാനിതാ എത്തിക്കഴിഞ്ഞു എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത ഫോൺ വെച്ചിട്ട് വീണ്ടും പൊന്നിയുടെ പുറകെ പോവുകയാണ്. പൊന്നിയെ ദേഷ്യത്തോടും സംശയത്തോടു കൂടിയൊക്കെ സുസ്മിതയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ഇടതിരിഞ്ഞ റോഡിൽ കൂടി പൊന്നിയും സുസ്മിതയും മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അതുവഴി ഒരു കറുത്ത വണ്ടി വരികയാണ്. അന്നേരം സുസ്മിത വരുന്നുണ്ട്, ബാലേന്ദ്രനാണ് വരുന്നതെന്ന്. തുടർന്ന് സുസ്മിത റോഡിലേക്ക് അങ്ങ് നീങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് ഗുണ്ടകൾ ഇറങ്ങുകയാണ്. മുഖം മറച്ചിട്ടുണ്ട്, കറുത്ത എന്തോ വെച്ച് മുഖം മറച്ചിരിക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ അങ്ങ് പിടിച്ച് വലിച്ച് അവർ വണ്ടിയിലേക്ക് ഇടുന്നുണ്ട്. പൊന്നി തടയാനൊക്കെ ശ്രമിക്കുമ്പോൾ പൊന്നിയെ പിടിച്ചങ്ങ് തള്ളുകയാണ്. തുടർന്ന് സുസ്മിതയെ കാറിനകത്താക്കിയിട്ട് അവരങ്ങ് വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. സുസ്മിത എന്നെ വിട്, ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നെ കൊണ്ടുപോകല്ലേ അയ്യോ എന്നൊക്കെ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ആക്ഷൻ മാത്രമാണ്. തുടർന്ന് പൊന്നി വണ്ടിയുടെ പുറകെ ഓടുമ്പോൾ ഒരു കല്ലിൽ തട്ടി പൊന്നി അങ്ങ് റോഡിലേക്ക് വീഴുകയും പൊന്നിയുടെ ബോധം പെട്ടെന്നങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ തട്ടിക്കൊണ്ട് പോയവർ ഒരു ഗോഡൗൺ എന്ന സ്ഥലത്തേക്ക് എന്ന പോലെ സുസ്മിതയെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ ഇങ്ങനെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ദേഹോപദ്രവം പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നോട് റഷായിട്ടാണ് പെരുമാറിയത്, ഇത് ഞാൻ തന്നെ പ്ലാൻ ചെയ്ത ഒരു കിഡ്നാപ്പിംഗ് ആണ്, ബാലേന്ദ്രൻ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ആരടി ബാലചന്ദ്രൻ, പിന്നെ നിന്നെ എന്ത് വിളിക്കണം എടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എടിയെന്നോ എന്നൊക്കെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം പിന്നെ തമ്പുരാട്ടി എന്ന് വിളിക്കാൻ എടിയെന്നൊക്കെ അവർ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രൻ എവിടെ, ബാലേന്ദ്രൻ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് സുസ്മിത ബാലചന്ദ്രനെ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം ബാലചന്ദ്രനാണെങ്കിലോ രണ്ട് കൂട്ടുകാരുമൊക്കെ ആയിട്ട് സുസ്മിത പറഞ്ഞ ആ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഇവളിതെവിടെ പോയി, എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ ബാലേന്ദ്രൻ സംശയിച്ച് നിൽക്കുമ്പോൾ കൂട്ടുകാർ കളിയാക്കുന്നുണ്ട്. അവൾ നിന്നോട് കിഡ്നാപ്പ് ചെയ്യാൻ തന്നെയാണോ പറഞ്ഞത്, നീ വല്ല സ്വപ്നയും കണ്ടതാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഒന്ന് ഫോൺ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ സുസ്മിത അങ്ങോട്ട് വിളിക്കുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. സുസ്മിക്കുട്ടി, ഞാൻ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്നെ പറ്റിക്കാനാണോ നീ നോക്കുന്നത്, ഞാൻ നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം ബാലേന്ദ്രൻ എന്നെ കിഡ്നാപ്പ് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് സുസ്മിത അവരെയൊക്കെ നോക്കുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഗുണ്ടകളുണ്ടല്ലോ സുസ്മിതയുടെ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ബാലേന്ദ്രൻ ആ ഫോൺ കട്ടാകുമ്പോൾ വീണ്ടും വിളിച്ചു നോക്കുകയാണ്. അന്നേരം സ്വിച്ച് ഓഫ് എന്ന് പറയുന്നുണ്ട്. അന്നേരം സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ആകെ അന്തമിട്ടിരിക്കുകയാണ്. അന്നേരം കൂട്ടുകാർ കളിയാക്കുന്നുണ്ട്, നീ മുമ്പ് റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് പത്മാവതിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. അന്നേരം ചൂല് കൊണ്ട് കിട്ടിയ തല്ലൊക്കെ ബാലചന്ദ്രൻ ഓർക്കുന്നുണ്ട്. അവൾ നിന്നെ തേച്ചതാണ്, പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കുമ്പോൾ ബാലചന്ദ്രൻ അങ്ങ് ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നാൽ പുറകെ വരുമെന്ന് പറയുമ്പോൾ എന്ത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം പത്മാവതിയമ്മയുടെ ചൂല് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ആകെ അങ്ങ് പേടിച്ച് ആകെ ചമ്മി അവമാനിക്കപ്പെട്ട് കൂട്ടുകാരുടെ മുമ്പിൽ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് ആകെ ദേഷ്യം വരുന്ന സുസ്മിതയാണെങ്കിൽ ആരാ നിങ്ങളും ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ പറയുകയാണ്, നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ, ഞങ്ങളല്ലേ നിന്നെ ഇപ്പോൾ തട്ടിക്കൊണ്ട് വന്നതെന്ന്. അന്നേരം സുസ്മിതയ്ക്ക് കൊട്ടേഷൻ തരാനായിട്ട് ധൈര്യമുള്ളവരാരാ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊട്ടേഷൻകാരാണ്, നമ്മളോട് പറഞ്ഞ ജോലി ചെയ്തതേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആരാ അത്രയ്ക്ക് ധൈര്യമുള്ളവരാരാന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങളാണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരോജവും ബാക്കിയ ചൈന കോളേജിലെ 2-3 ചേച്ചിമാരും കൂടി വരികയാണ്. അന്നേരം അവരെ കണ്ട സുസ്മിതയാണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കണം. അയ്യോ ഇടിവണ്ടി എന്നും പറഞ്ഞ് പേടിച്ച് സുസ്മിത എങ്ങനെ നിൽക്കുകയാണ്.
തുടർന്ന് അപ്പോൾ നിങ്ങളാണോ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും ഈ പാവങ്ങളെ കൊണ്ട് കൂടിയാൽ കൂട്ടില്ല, നീ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നതെന്നും പറഞ്ഞ് സരോജം കളിയാക്കുകയാണ്. ഓഹോ, അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് പത്രത്തിലും ടി വിയിലും ഒക്കെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വന്നോന്നും പറഞ്ഞ് തിരിച്ച് സുസ്മിതയും അങ്ങ് പരിഹസിക്കുകയാണ്. അന്നേരം അതൊക്കെ ഉടനെ തന്നെ വരും, പത്രത്തിലും ടി വിയിലും ഒക്കെ വരും. നീയല്ലേ ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ മകൻ രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും കൊക്കയിലേക്ക് ചവിട്ടി താഴ്ത്തിയത്, അത് നീ തന്നെ പറയുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാണ്, വേറെ ആരും പറഞ്ഞതൊന്നുമല്ല. ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് നിന്റെ ഉള്ളിലുള്ള സത്യം പറയിപ്പിക്കാനായിട്ട് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒരു സഹായം വേണ്ട, മിനിറ്റുകൾ കൊണ്ട് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും എന്ന് പറയുമ്പോൾ സുസ്മിത ഒരു നിമിഷം പേടിക്കുന്നുണ്ട്. അതിന് പോലീസും പട്ടാളവും ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ആ മുഖംമൂടി ധരിച്ചിരുന്ന ഗുണ്ടകൾ അവരുടെ ആ മുഖം മറച്ചിരുന്നതൊക്കെ മാറ്റുമ്പോൾ സുസ്മിത ഒന്ന് വല്ലാതെ നിൽക്കുന്നുണ്ട്. നേരം നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോവുകയാണോ എന്നും പറഞ്ഞ് ഇങ്ങനെ വിരൽ ചൂണ്ടി കാണിക്കുമ്പോൾ അവളുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിന്നെ ബ്ലാക്ക് മെയിലും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ട് മെയിൽ ചെയ്യാനായിട്ട് വേറെ ആരുടെയും സാന്നിധ്യം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഈ ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ മതിയടിയെന്നും പറഞ്ഞ് സുസ്മിതയുടെ വിരൽ പിടിച്ചങ്ങ് തിരിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷേ സുസ്മിതയ്ക്കും അന്നേരം വാശി കയറുകയാണ്. സുസ്മിത പറയുകയാണ്, എന്നാൽ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ പപ്പി ചേച്ചിയുടെ മകൻ രോഹിത്തിനെ കൊന്ന് കൊക്കയിലേക്ക് തള്ളിയത് ഈ ഞാൻ തന്നെയാണ്. അവനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എന്നെ വിട്ട് പോകാനായിട്ട്, പക്ഷെ അവൻ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് സ്നേഹം നടിച്ച് ഞാൻ അവൻ്റെ കൂടെ കൂടിയത്. പഞ്ചകൈലാസത്തിൽ ചെന്നപ്പോഴും അതിനൊരു അവസരവും എനിക്ക് കിട്ടി. അങ്ങനെ ഫോട്ടോ എടുക്കാൻ എന്ന വ്യാജേന ഞാൻ തന്നെയാണ് അവനെ സൂയിസൈഡ് പോയിന്റിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അവനെ കൊക്കയിലേക്ക് തള്ളി താഴെ ഇട്ടു. പക്ഷെ അവനാണെങ്കിൽ മരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. എൻ്റെ ഈ കാലൊക്കെ പൊക്കി കാണിച്ച് പറയുകയാണ്, കാല് പിടിച്ച് അവനാണെങ്കിൽ കരഞ്ഞു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഈ ചെരുപ്പ് കൊണ്ട് തന്നെയാണ് അവൻ്റെ കാൽവിരൽ ചവിട്ടി അവനെ കൊക്കയിലേക്ക് എറിഞ്ഞത് എന്ന് പറയുമ്പോൾ ആ സരോജവും ബാക്കിയുള്ളവരും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. ഒരു ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ഒരാളിനെ കുത്തിക്കൊന്നാലും അവിടെ ശിക്ഷ വിധിക്കാനായിട്ട് നിയമമൊന്നുമില്ല. അതിന് തെളിവുകളാണ് വേണ്ടത്. പോലീസിൻ്റെ മുമ്പിലും ഒരു കുറ്റകൃത്യം സമ്മതിച്ചാലും സാക്ഷിയും തെളിവും ഒക്കെ വേണം, എന്തെങ്കിലും എവിഡൻസ് വേണം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാക്കുകയാണെങ്കിലും എന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല, അതിനുള്ള നിയമവിധിയൊന്നുമില്ല. ഞാനൊരു വാശിക്ക് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ എൻ്റെ ഒരു വക്കീൽ നല്ല ആളാണെന്നുണ്ടെങ്കിൽ സമർത്ഥമായിട്ട് ഞാൻ അങ്ങ് ഊരിപ്പോരുകയേ ഉള്ളൂ, തെളിവുകളാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് വിരോധം അടിക്കുമ്പോൾ അവരെല്ലാവരും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. നിയമവശങ്ങളൊക്കെ പറയുമ്പോൾ അവരൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയെ ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സുസ്മിത അവിടെ പറയുന്നത്. ഇനി പറയടി, നിനക്കൊക്കെ എന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇന്ത്യൻ ശിക്ഷാ നിയമം അങ്ങനെ തന്നെയാണ്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല. അതുപോലെ തന്നെ 1000 100 അപരാധികൾ രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് അവരുടെ നിയമങ്ങൾ. അവർക്ക് ആധാരമായ തെളിവുകളാണ് വേണ്ടത്. ഇനി നീയൊക്കെ എന്ത് ചെയ്യും? പറയടി എന്നും പറഞ്ഞ് യു ബ്ലഡി എന്നും പറഞ്ഞ് ഇംഗ്ലീഷിലൊരു ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സരോജത്തിന് അങ്ങ് ദേഷ്യം വരികയാണ്. സരോജമാണെങ്കിൽ കവാലം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് സുസ്മിതയുടെ. അടി കൊണ്ട് സുസ്മിത താഴെ വീഴുന്നുണ്ട്. താഴെ സുസ്മിത വീഴുമ്പോൾ സുസ്മിതയുടെ അതേ തറയിലേക്ക് സരോജവും അങ്ങിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിയമവിഷയങ്ങളൊക്കെ നീ പറഞ്ഞു തന്നത് എന്തായാലും നന്നായി. ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് ശിക്ഷ വിധിക്കാനായിട്ട് കോടതിയും FIR-ഉം ഇൻക്വസ്റ്റും ഒന്നും വേണ്ടടി. ഇവിടെ മനസാക്ഷിയുടെ കോടതിയാണ് ശിക്ഷ വിധിക്കാനായിട്ട് പോകുന്നത്. നിയമവശങ്ങളൊക്കെ നീ എന്തായാലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായി എന്നും പറഞ്ഞ് സുസ്മിതയുടെ മുടി എങ്ങ് ചുറ്റിപ്പിടിച്ചിട്ട് ഒന്നുകൂടി തറയിലേക്ക് എറിയുകയാണ്. എന്നിട്ട് അതിങ്ങ് എടുക്കടി എന്ന് പറയുമ്പോൾ വേറൊരു ചേച്ചിയിലൊരു നല്ലൊരു മുട്ടം വടിയെടുത്ത് സരോജത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് ആ വടിയാണെങ്കിൽ സരോജം സുസ്മിതയുടെ താടിക്ക് വച്ചിട്ട് നമ്മുടെ പപ്പി ചേച്ചിയുടെ കുഞ്ഞിനെ മനസാക്ഷിക്ക് നിരക്കാതെ വിധം കൊക്കയിലേക്ക് തള്ളിവിട്ട് കൊന്ന നിന്നെ ഈ പട്ടിയെ തല്ലുന്നത് പോലെ ഇവിടെ ഇട്ട് തല്ലാൻ പോവുകയാണ്. ആരാണ് ചോദിക്കാൻ വരുന്നതെന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങ് സുസ്മിതയെ അടിക്കാനായിട്ട് ഓങ്ങുകയാണ്. സുസ്മിത അയ്യോ എന്നും പറഞ്ഞ് 2 ചെവിയും പൊത്തി നിലവിളിക്കുകയാണ്. പക്ഷേ ആ അടി വന്ന് ആ കമ്പ് തടുക്കുന്നത് നമ്മുടെ ശാലിനിയാണ്. ശാലിനി അവിടേക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് ആ കൈ സരോജത്തിനെ അടിക്കാനൊങ്ങിയ ആ തടി ശാലിനി തടുക്കുകയാണ്. നിയമവശങ്ങളൊക്കെ പറഞ്ഞു തന്നത് നന്നായി. നീയൊന്നും ജീവിച്ചിരിക്കാനേ പാടില്ല. നീ പറഞ്ഞ ഈ നിയമത്തിൻ്റെ പരിരക്ഷയൊക്കെ UK-യിലെ രാജശേഖരൻ നായരുടെ മോൾക്ക് മാത്രമല്ല ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്കും കിട്ടും. നീയൊക്കെ ചത്ത് തുലേടിയെന്നും പറഞ്ഞിട്ടാണ് ഈ സരോജ അടിക്കാൻ ഓങ്ങുന്നത്. അന്നേരമാണ് ഈ ശാലിനി തടുക്കുന്നത്.
തുടർന്ന് സരോജം വേണ്ടാന്ന് പറഞ്ഞ് ആ കമ്പ് അങ്ങ് ശാലിനി വാങ്ങുമ്പോൾ കേട്ടില്ലേ കുഞ്ഞ് ഇവള് പറഞ്ഞത്, ഇവളെ തല്ലി കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ശാലിനി ആ കമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കയ്യിലിട്ട് ആടുകയാണ്. അന്നേരം ശാലിനിയൊന്നും വേണ്ടാന്നൊക്കെ സുസ്മിത ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ കമ്പ് ഇങ്ങനെ തറയിലേക്ക് കുത്തിയിട്ട് സുസ്മിതയുടെ ആ ഒരു ലെവലിലേക്ക് ശാലിനി ഇരിക്കുകയാണ്. അന്നേരം ആകെ പേടിച്ച് സുസ്മിത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ശാലിനി ആയിരിക്കും കൊട്ടേഷൻ കൊടുത്ത് വരെ കൊണ്ടുവന്നതും ചൈനാക്കുളത്തിലെ പെണ്ണുങ്ങളെ അവിടത്തേക്ക് കൊണ്ടുവന്നതും. ഇനി എന്താവുമെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പിസോഡ് ഇടാനായിട്ട് താമസിച്ചു പോയി, ആരും കാണാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു.